മനസ്സോടുകൂടി കാത്തിരിക്കുകയാണ് ആ വിധിക്കായി. 9 വർഷത്തെ കാത്തിരിപ്പ്. എന്തായാലും ഇന്ന് വിധി വരുന്നുണ്ട്. വിധി അവൾക്കൊപ്പമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നിയമത്തെ നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം. പ്രതികളായവർക്കും കൂറുമാറിയവർക്കുമുള്ള ശിക്ഷ എന്തു തന്നെയാണെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് 10 പ്രതികളോളം ഉണ്ട്. അവരുടെ വിധി എന്താണെന്നുള്ളത് ഇന്നറിയാം. എന്നാൽ കൂറുമാറിയ കുറച്ച് പേരുണ്ട്. ഒരു 10-28 പേര് കൂറുമാറിയിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ എന്തായാലും പ്രകൃതി തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ആ നടിക്കൊപ്പം തന്നെയാണ്. അത്തരത്തിലാണ് ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു കേസിൽ കൂറുമാറിയവരിൽ നമുക്ക് അറിയാം ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ബാമ സിദ്ദിഖ് ഇവർ രണ്ടുപേരും നമ്മൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് അതിജീവിതയെ ദിലീപ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീ കൊളുത്തുണ്ട്. ഇതവർ പോലീസിനോട് പറഞ്ഞ മൊഴിയാണ്. എന്നാൽ വിചാരണ സമയത്ത് ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. പക്ഷേ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പ് ഈ ഒരു കേസിലുണ്ട്. ആ ഒരു വിശ്വാസത്തെ നമുക്ക് മുന്നോട്ട് പോകാം. കൂറുമാറിയ ബാമയ്ക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ ഫാമിലി ലൈഫ് തന്നെ സ്പോയിൽ ആയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സിദ്ദിഖിൻ്റെ കാര്യം നമുക്കറിയാം. പീഡന കേസിൽ വരെ പ്രതിയായി അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടു, നാണം കെട്ട് സ്വന്തം ഫാമിലിയുടെ മുന്നിൽ നാണം കെട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് സിദ്ദിഖിൻ്റെ സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബിന്ദു പണിക്കർ. ഇവരുടെയൊക്കെ മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഈ കേസിൽ. പക്ഷേ ഒരു മൊഴി മാറ്റിയപ്പോൾ അത് നല്ല രീതിയിൽ പ്രോസിക്യൂഷനെ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മൊഴി മാറ്റാതെ പിടിച്ചു നിന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ കുഞ്ചോക്ക ബോബനാണെങ്കിലും അതുപോലെ മഞ്ജു വാര്യരൊക്കെ ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. പക്ഷേ ബിന്ദു പണിക്കർ പോലീസിനോട് മൊഴി നൽകിയത് അതിജീവിതയും ദിലീപും തമ്മിലുള്ള പ്രശ്നം അറിയാമായിരുന്നു. അതിജീവിതയിൽ നിന്നും കാവ്യയിൽ നിന്നുമാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന്. എന്നാൽ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യമാധവിൽ നിന്നും ഇരയാക്കപ്പെട്ട നടിയിൽ നിന്നുമാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതികാരം വീട്ടിയതാണെന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു. പോലീസ് നൽകിയ ഇനിഷ്യൽ മറുപടിയാണ്. എന്നാൽ വിചാരണ സമയത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നാണ് ഈ നടി, അതായത് ബിന്ദു പണിക്കർ എന്ന് പറയുന്ന നടി പറഞ്ഞത്. എന്നാൽ ബിന്ദു പണിക്കരുടെ ഫാമിലിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആളുടെ മുൻ ഭർത്താവിന് സംഭവിച്ചതെല്ലാം തന്നെ ഇവർ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു, അറിയാലോ. അപ്പോൾ അവരുടെ ഫാമിലി ലൈഫിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിലൂടെ തന്നെയാണ് അവരും കടന്നുപോയത് ഈ 9 വർഷത്തിൽ പല ദിവസങ്ങളിലും. പിന്നീട് മൊഴി മാറ്റി പറഞ്ഞാണ് ഇടവേള ബാബു പോലീസിന് നൽകിയ മറുപടി ദിലീപ് തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നുവെന്ന് അതിജീവിത പരാതിപ്പെട്ടിരുന്നു. അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഈ വിഷയത്തിൽ ദിലീപുമായി സംസാരിച്ചു. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ദിലീപ് പറഞ്ഞു. ഇത് ഇടവേള ബാബു പോലീസിനോട് കൊടുത്ത മറുപടിയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് വിചാരണ സമയത്ത് ഇടവേള ബാബു അത് മാറ്റി. എന്നാൽ പുള്ളി എന്താ ഇതേപോലെ സിദ്ദിഖിന് എന്താ സംഭവിച്ചത് അത് തന്നെ പീഡന കേസിൽ ആകെ നാണം കെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആളുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ജീവിതം. പിന്നീട് മൊഴി മാറ്റിയത് കാവ്യമാധവനാണ്. പോലീസിന് നൽകിയ മറുപടി അതിജീവിത തൻ്റെയും ദിലീപിൻ്റെയും ഫോട്ടോ മഞ്ജു വാര്യർക്ക് അയച്ചു കൊടുത്തു. വെറുതെ നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉള്ള ഫോട്ടോ ആയിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദേഷ്യം ദിലീപിനുണ്ടായിരുന്നു, പുള്ളി പ്രകോപിതനായി എന്നാണ് കാവ്യ പോലീസിനോട് പറഞ്ഞത്. ഇതാ പറയുന്നത്, നമ്മൾ സ്വന്തം ഭർത്താവിനെതിരെ പോലീസിനോട് ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു. അതാണ് നാവെന്ന് പറയുന്നത്. അതായത് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഈ കേസിൽ പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും കാവ്യ മൊഴി മാറ്റി പറഞ്ഞത് ആലുവ മെമ്മോറിയൽ ആശുപത്രിയുടെ ഡോക്ടറായിരിക്കുന്ന ഹൈദർ അലിയും പിന്നെ സഹോദരൻ സലീമും ഈ കേസിന് ആദ്യം ദിലീപിന് ഒരു വ്യാജ രേഖ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ദിലീപ് സംഭവം നടക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടങ്ങളിൽ താൻ ആശുപത്രിയിലായിരുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാജരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവിടുത്തെ നേഴ്സ് വന്ന് പറയുന്നത് ഇത് രേഖ വ്യാജമാണെന്ന്. അത് നിഷേധിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എത്തി കൂറുമാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാഗർ വിൻസെൻ്റ്, അത് ലക്ഷ്യം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ജീവനക്കാരനാണ്. അപ്പോൾ പുള്ളി ആദ്യം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് പൾസർ സുനി എന്തോ ഒരു കവർ കൊണ്ടുപോയിട്ട് അവിടെ ലക്ഷ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മൊഴി മാറ്റി പറയുകയും ചെയ്ത് 5 ലക്ഷത്തോളം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരന്. ദിലീപ് 5 ലക്ഷം തരാം, മൊഴി മാറ്റി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബാലചന്ദ്രകുമാറാണ് ഈ ഒരു സംഭവം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മിഥുൻ റിയ, ഇവർ കാവ്യയുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയാണ്. ഇവർ ലക്ഷ്യയുടെ ഉടമസ്ഥർ തന്നെയാണ്. പൾസർ സുനി
ലക്ഷ്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന്, പിന്നീട് അത് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള മൊഴി മാറ്റൽ. ഈ ഒരു മൊഴിയൊക്കെ വളരെ നിർണായകമായിരുന്നു ആ ഒരു കേസ് തെളിയിക്കാനായിട്ട്. പിന്നീടൊക്കെയാണ് ഇവർ ഈ ഒരു കേസിൽ നിന്ന് കൂറുമാറിയത്. ആലപ്പുഴ അക്കോഡിയ ഹോട്ടലിലെ ജീവനക്കാരിയാണ് ഷെർലി അജിത്ത്. അത് സൗണ്ട് തോമ എന്ന സിനിമ ചിത്രീകരണത്തിന് ദിലീപ് താമസിച്ചിരുന്ന അക്കോഡിയയിലായിരുന്നു. ഈ ദിവസം സുനിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഷെർലിയുടെ ആദ്യത്തെ മൊഴി. സൗണ്ട് തോമ എന്ന് പറയുന്നത് അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആദ്യം ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൾസസുനിയായിട്ട് ഒരു കണക്ഷനും ഇല്ലെന്നായിരുന്നു തനിക്ക്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. സുനിയെ ദിലീപിനെ കാണാനായിട്ട് പൾസസുനി വന്നിട്ടുണ്ടായിരുന്നുള്ള ഒരു മൊഴിയാണ് ആദ്യം ഷെർലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഷെർലി മൊഴി മാറ്റി. പ്രൊഡക്ഷൻ മാനേജറായ ഷൈൻ കൂറുമാറിയത് ആദ്യം ദിലീപും പൾസസുനിയെയും ഒരുമിച്ച് കണ്ടെന്നുള്ള മൊഴിയായിരുന്നു. പിന്നീട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്ത് നിർമ്മാതാവാണ്. 2013 മഴവിൽ അഴകിൽ അമ്മ ആ ഒരു പരിപാടിയിലെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവാണ്. പരിപാടിയുടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് അബാദ് പ്ലാസ ഹോട്ടലിൽ ദിലീപും സുനിയും ഗൂഢാലോചന നടത്തിയത് ഇവിടെയെന്ന് പ്രോസിക്യൂഷൻ. അതായത് മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ്, നിർമ്മാതാവാണ് ആള്. ഈ ഒരു സമയത്ത് അബാദ് പ്ലാസ ഹോട്ടലിലായിരുന്നു ദിലീപ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു രഞ്ജിത്ത് ആദ്യം മൊഴി നൽകിയത്. പിന്നീട് അത് മാറ്റിക്കളഞ്ഞു. സുനീർ കാവ്യയുടെ ഡ്രൈവർ, സുരാജ് ദിലീപിന്റെ അളിയൻ, കാവ്യ മാധവൻ, ബൈജു നടൻ, ശ്യാമ കാവ്യയുടെ അമ്മ, ശ്യാമള കാവ്യയുടെ അമ്മ, കാവ്യയുടെ അമ്മ, ഇവരെല്ലാം മൊഴി മാറ്റി പറഞ്ഞവരാണ്. കാവ്യ മാധവന്റെ അച്ഛൻ ആളിപ്പോൾ ഇല്ല. പിന്നെ നാദിർഷ ആള് സംവിധായകൻ, ആൾ മൊഴി മാറ്റിയിട്ടുണ്ടായിരുന്നു. അനൂപ് ദിലീപിന്റെ സഹോദരൻ മൊഴി മാറ്റിയിട്ടുണ്ടായിരുന്നു. ദാസൻ ദിലീപിന്റെ വീട്ടിലെ സെക്യൂരിറ്റിയാണ്. ഉല്ലാസ് ബാബു തൃശ്ശൂരിലെ BJP നേതാവ്. ഇവരൊക്കെ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞവരാണ്. ആരൊക്കെ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നല്ല രീതിയിൽ 8ന്റെ പണിയാണ് 8ാം പ്രതിക്ക് കൂടെ നിന്നവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 10 പ്രതികളുണ്ട്. ഈ 10 പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഇന്നറിയാം. ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ്. 2017 ഫെബ്രുവരി 17 സംഭവം നടക്കുന്നത്. ഇപ്പോൾ 9 വർഷത്തെ കാത്തിരിപ്പ്. 1ാം പ്രതിയായിട്ട് പൾസസുനിയാണ്, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി മണികണ്ഠൻ, 4ാം പ്രതി വിജീഷ്, 5ാം പ്രതി സലീമാണ്. വടിവാൾ സലീം എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ കേട്ടോ. പിന്നെ 6ാം പ്രതി പ്രദീപാണ്, 7ാം പ്രതി ചാർലി തോമസ്, 8ാം പ്രതി ദിലീപ്, 9ാം പ്രതി മേസ്ത്രിയായിട്ടുള്ള സനൽ, 10ാം പ്രതി ശരത് ജി നായർ. മേസ്ത്രി സനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിലെ മേസ്ത്രിയാണ് കേട്ടോ. അത് ജയിലിൽ കുറച്ച് വിശ്വാസമുള്ളവർക്ക് കൊടുക്കുന്നൊരു തസ്തികയാണ് അത്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ 10 പ്രതികളാണുള്ളത്. ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ള വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു സംഭവം നടന്നിട്ട് 9 വർഷത്തോളമൊക്കെ ആയി. നമ്മളൊക്കെ 9 വർഷത്തെ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ കാത്തിരിപ്പിനുള്ളൊരു വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. നമ്മുടെ നിയമം അത് അനുകൂലമായി തന്നെ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിന് അതിൻ്റെതായ വിധിയായിരിക്കും വരാമെന്ന് നമുക്ക് കാത്തിരിക്കുന്നത് തന്നെ ഇന്ന് കാണാം. എന്നായാലും 2017 ഫെബ്രുവരി 17 നടന്ന സംഭവം പലർക്കും ഓർമ്മയുണ്ടാവും. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയാം. ചിലർക്ക് അതെന്താണെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പല ന്യൂസുകളിലും പല മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ്. 2017 ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി ലാൽ ക്രിയേഷൻ മീഡിയയിൽ പുതിയ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളും ആ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടി അവിടെ എത്തണം. നടിയുടെ അമ്മയുടെ നമ്പറാണ് ലാൽ ക്രിയേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോള് വരുന്നു. ആ സമയത്ത് മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർക്കാണ് ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് നടിയെ പിക്ക് ചെയ്യാൻ എത്തണം. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടും ഇവരുടെ കണ്ണിൽപ്പെടാതെ ഒരാളുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, പൾസസുനിയാണ്. അവിടുന്ന് തുടങ്ങുകയാണ് ആ പ്ലാനിങ്ങും കാര്യങ്ങളും. ആൽ മീഡിയയിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ നടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ തൃശ്ശൂരിലെത്തുന്നു. നടിയെ പിക്ക് ചെയ്യുന്നു. XUV ആണ് വാഹനം. നടി കാറിനകത്തേക്ക് കയറുന്നു. ലാൽ ക്രിയേഷനിലേക്കല്ലേ എന്ന് ഡ്രൈവർ നടിയോട് ചോദിക്കുന്നു. നടി പറയുന്നു പനമ്പള്ളി നഗർ പോയാൽ മതിയെന്ന്. എന്താ പനമ്പള്ളി നഗറിൽ പോകുന്നത്, അവിടെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോയെന്ന് ഡ്രൈവറായ മാർട്ടിൻ ചോദിക്കുന്നു. ഈ ഒരു ചോദ്യം തന്നെ അപരിചിതനായ ഒരാൾ ചോദിച്ചത് നടിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഇല്ല എന്ന് മാത്രം മറുപടി പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. തൃശ്ശൂർ ടോളിൻ്റെ അവിടെ എത്തുന്നു. അവിടെ മുതലാണ് സംഭവം മാറുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. ഇത് ഇത്ര സ്ലോവിൽ എന്താ ഓടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നത്
മാഡം അല്ലേ പറഞ്ഞേ വളരെ പതുക്കെ പോയാൽ മതിയെന്ന്. അപ്പോൾ ഇല്ല 9 മണിക്ക് രമ്യ നമ്പീശൻ്റെ വീട്ടിലെത്തണം എന്നാണ്, എത്തണം എനിക്ക്, അതിന് കുറച്ചുകൂടി സ്പീഡിൽ പോകൂ എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഡ്രൈവർ ഫോണിലാണ് ശ്രദ്ധ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറുടെ ശ്രദ്ധ മുഴുവനും ഫോണിലാണ്. ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത്താണി ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നത്. ഒരു കാറ്ററിംഗ് ഒരു വാൻ വന്നിട്ട് നേരെ ഇവരുടെ വണ്ടിയിലേക്ക് ചെറുതായിട്ട് ഇടിക്കുന്നു. പിന്നീട് ഡ്രൈവറായ മാർട്ടിനോ ആ വണ്ടിയിലുള്ളവരും തമ്മിൽ സംസാരിക്കുന്നു. എന്തൊക്കെയോ ഒരു ചീത്ത പറയുന്ന പോലെയൊക്കെ നടിക്ക് തോന്നി. അപ്പോൾ വണ്ടി ഇടിച്ചതിൻ്റെ ദേഷ്യത്തിലായിരിക്കുന്നു വിചാരിച്ചു. രണ്ടുപേര് കാറിൻ്റെ അകത്തേക്ക് വന്നിട്ട് നടിയുടെ അടുത്തേക്ക് ഇരിക്കുന്നു. നടിയുടെ കൈയൊക്കെ ബലമായി പിടിക്കുന്നു, വാ പൊത്തുന്നു. ബലമായി പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ. അപ്പോൾ ആദ്യം നടി കരുതിയത് ഓക്കെ കാറ് വണ്ടി ഇടിച്ചു, അതിൻ്റെ ദേഷ്യത്തിൽ, ഡ്രൈവറോടുള്ള ദേഷ്യത്തിലാണ്. അപ്പോൾ ഡ്രൈവറായ മാർട്ടിനോട് ഇവർ ചോദിക്കുന്നുണ്ട്, മണിയോ വിജീഷ്, അവർ പറയുന്നുണ്ട് വണ്ടി തട്ടിയാൽ നീ തെറി പറയുമല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഡ്രാമയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നേരെ വണ്ടി എടുക്കുന്നു, ആരെയോ വിളിച്ചിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവർ പറയുന്നുണ്ട് നടിയെ കാണണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ടൊക്കെ ഒരുപാട് സംഘർഷം ആ നടി ആ സമയത്ത് അനുഭവിച്ചിട്ട് ടെൻഷനായി. ആദ്യം കരുതി നിന്നത് തൻ്റെ കാറിടിച്ചതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ കാറിടിച്ചപ്പോൾ ഡ്രൈവർ തെറി പറഞ്ഞതിൻ്റെ ദേഷ്യമായിരിക്കും എന്നാണ്. പക്ഷേ ഇതൊരു പ്ലാൻഡ് കൊട്ടേഷനാണെന്ന് അറിഞ്ഞത് പൾസർ സുനി എന്ന് പറയുന്ന 1-ാം പ്രതി കാറിനകത്തേക്ക് കയറിയപ്പോഴാണ്. മാസ്ക് വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നടിക്ക് മനസ്സിലായി ഇത് ഗോവയിൽ ഒരു മാസം മുമ്പ് ഗോവയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തൻ്റെ ഡ്രൈവറായി വന്ന പൾസർ സുനി ആണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. താൻ അതെല്ലേന്ന് ചോദിച്ചപ്പോഴാണ് സുനി പറയുന്നത് ഓ എന്നെ മാഡം മനസ്സിലാക്കിയല്ലോ, അപ്പോൾ പിന്നെ ഇനി ഞാൻ മാസ്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മാസ്ക് മാറ്റിയിട്ട് പിന്നീട് പറയാണ് എന്നെ മനസ്സിലായെങ്കിൽ എനിക്ക് ആരാണ് കൊട്ടേഷൻ തന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ എന്ന്. ഗോവയിൽ വെച്ച് ഈ ഒരു കൃത്യം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അപ്പോൾ ആരുടെ കൊട്ടേഷനാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നീട് അവർ മിണ്ടുന്നില്ല. കൊട്ടേഷൻ ആണെങ്കിൽ തന്നെ വെറുതെ വിടും, തനിക്ക് എത്ര പൈസ വേണമെങ്കിലും താൻ തരാം, തന്നെ വെറുതെ വിടുമെന്ന്. എന്നാൽ ഇല്ല, താൻ വാക്കു പാലിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പൾസർ സുനി, അത് തനിക്ക് കൊട്ടേഷൻ തന്ന ആൾക്ക് വാക്കു പാലിക്കും എന്നാണ് സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബലം പ്രയോഗിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ പോവാം, എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, അവിടെ കുറേ ആണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആ നടിയോട് പൾസർ സുനി പറയുന്നുണ്ട്. മറ്റൊരു 2 പേര് പുറത്തിറങ്ങി പോകുന്നു. പൾസർ സുനിയും നടിയും അതുപോലെ ഡ്രൈവറായ മാർട്ടിനും മാത്രം ആദ്യം ഇവർ പ്ലാൻ ചെയ്തത് ആ കാറ്ററിംഗ് ട്രാവൽ വണ്ടി ഉണ്ടല്ലോ അതിനുള്ളിൽ ബലമായി പിടിച്ച് കയറാമെന്നാണ്. പക്ഷെ അത്താണി എന്ന് പറയുമ്പോൾ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ കൃത്യം അവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് കാറിൽ കയറുന്നു. പൾസർ സുനി കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. നഗ്നമായ ചിത്രം എടുക്കണം, അതും വളരെ ചിരിച്ചുകൊണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. കൂടാതെ വെഡ്ഡിങ് റിങ്, എൻഗേജ്മെൻറ്റ് റിങ്ങും കാണിച്ചിട്ടുള്ള ഒരു ചിത്രമായിരിക്കണം തനിക്ക് വേണ്ടത്. നടി അത് വിസമ്മതിച്ചു. പിന്നീട് ഇല്ല, അത് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേരെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ നടി പറയുന്നുണ്ട് ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം, എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവരുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുകയാണ്. പക്ഷേ ക്രൂരമായ ചിന്താഗതിയോടുകൂടി ആ മനുഷ്യൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ആ സമയത്താണ് നടി ആ ഫോൺ തട്ടി മാറ്റുന്നത്. അതോടുകൂടി പൾസർ സുനിയുടെ മുഖഭാവവും സംഭാഷണവും ഒക്കെ മാറുന്നു. വളരെ ക്രൂരമായി ആ നടിയെ ഉപദ്രവിക്കുന്നു. കൃത്യം കഴിഞ്ഞ് പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുന്നു, പോകുന്നു. മാർട്ടിൻ കാറിനകത്തേക്ക് കയറിയിട്ട് നടിയോട് സോറി മാഡം എന്ന് പറയുന്നു. എന്തൊരു ക്രൂരമായ പ്രവൃത്തിയാണല്ലേ ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കിട്ടേണ്ട ശിക്ഷ ചെറുതൊന്നും ആയിരിക്കുമെന്നാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ പ്രാർത്ഥന, അപേക്ഷ. എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇനി എവിടെയാണ് വിടേണ്ടത്, ലാൽ ക്രിയേഷനിലാണോ എവിടെയാണ് വിടേണ്ടതെന്ന് മാർട്ടിൻ ചോദിക്കുകയാണ് നടിയോട്. അപ്പോൾ നടി പറയുന്നുണ്ട് ലാൽ സിനിമാ നടൻ ലാലിൻ്റെ വീട്ടിലേക്ക് വിട്ടാൽ മതിയെന്ന്. അവിടെ പോകുന്നു. അവിടെ ലാലിനെ കണ്ട് പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോവുകയാണ് തനിക്ക് സംഭവിച്ച ആ ദുരന്തം. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ നടിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൾസർ സുനി ഈ ഫോൺ എടുത്ത് അപ്പുറത്തേക്ക് വലിച്ചെറിയുക ചെയ്തത്, ഫ്രണ്ടിലത്തെ സീറ്റിലേക്ക് വലിച്ചെറിയുക ചെയ്തത്. പിന്നീട് അമ്മയെ വിളിക്കുന്നു. പക്ഷെ അമ്മയെടുത്ത് കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ലാലിൻ്റെ വീട്ടിലേക്ക് മാർട്ടിൻ കൊണ്ടുപോയി നടിയെ വിടുന്നതും അവിടെ വെച്ചിട്ട് ലാലിൻ്റെ
ഭാര്യയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ ഇത് കേസാക്കണമെന്ന് ലാലാണ് അവിടെ വെച്ച് പറയുന്നത്. പിന്നീടാണ് കേസും കാര്യങ്ങളൊക്കെ വരുന്നതും സാക്ഷികൾ വരുന്നു, കൂറുമാറുന്നു. പ്രശ്നം ഇത്രത്തോളം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 9 വർഷത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഘർഷകരമായിട്ടുള്ള മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ആ സ്ത്രീ ജീവിച്ചും തൻ്റെ ജീവിതം തീർത്തത്. വളരെ ബോൾഡായിട്ടുള്ള ലേഡി കേട്ടോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡി. ഈ ഒരു കൃത്യം ചെയ്തവർ അതാരാണെങ്കിലും അല്ലെങ്കിൽ കൃത്യം ചെയ്യാനായിട്ടുള്ള സാഹചര്യം അതെന്താണെങ്കിലും തെളിവ് സഹിതം നമ്മൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. അതെന്താണെങ്കിലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഞാൻ. നമുക്കെല്ലാവർക്കും ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത് അതിജീവിച്ച ആ സ്ത്രീക്ക് നീതി കിട്ടണം തന്നെയാണ്. നീതി അത് ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അത് പുറത്തു വരണം. എന്താണെങ്കിലും നമുക്കത് പ്രാർത്ഥനയോടുകൂടി ഇന്ന് ആ വിധിക്കായി കാത്തിരിക്കാം.